ടു ഫിനാലിയുടെ 7ാമത്തെ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചവിട്ട് നാടകം ടാസ്ക്. വല്ലാത്തൊരു ടാസ്ക്കായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ബിഗ് ബോസ് ചെയ്തത് ഒരു ആന മണ്ടത്തരമാണെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നതിൽ തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. ടാസ്ക് നല്ല ടാസ്ക്കായിരുന്നു. പക്ഷേ അതിൽ 10 പേരും ഒരേ സമയം നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു അടിപൊളി ടാസ്ക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. 10 പേര് നിന്നിട്ട് അതിൽ നിന്ന് പറ്റാത്തവർ ഔട്ടായി പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ ആ കുതിരപ്പുറത്തൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഇരുന്ന് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറ്റാത്തവർ ഔട്ടായി പോകുമ്പോൾ നമുക്കത് കാണാനായിട്ടൊരു രസമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് വെച്ചാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നുന്ന ഒരു കാര്യമാണ്. ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ല ഗെയിം എന്ന് പറയേണ്ടി വരും. ആദ്യം തന്നെ വന്ന് നിന്നത് സായിയും അവിടെ നോറയുമാണ്. സായും നോറയും മണിക്കൂറുകളോളമാണ് നിന്നത്. നോറ 2 മണിക്കൂറിലധികം നിന്നു. നോറ 1 മണിക്കൂറിലധികം സായിയും നിന്നു. ഇപ്പം ഏകദേശം സായിയെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന നന്ദനയ്ക്കൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ഋഷിയാണ്. പക്ഷെ അഭിഷേക് വന്നിട്ട് അപ്പം തന്നെ ഇട്ടേച്ചു പോയി. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് ഇട്ടേച്ചു പോയി. ആ വെയിറ്റ് ഒരു വെയിറ്റായിട്ട് തോന്നുന്നില്ല. കാല് വെക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഔട്ടായിക്കൊണ്ട് അഭിഷേക് അവിടെ നിന്ന് പോവുമായിരുന്നു. അപ്പോൾ ഇനി ആരൊക്കെ എത്ര നേരം നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എത്ര പേർ നിന്നാലും ഇനിയിപ്പോൾ നോറയെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിലധികം നേരം നിന്നാൽ മാത്രമേ നോറയെ കവർ ചെയ്തുകൊണ്ട് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സായി ആണെങ്കിലും നന്ദനയാണെന്നുണ്ടെങ്കിലും 1 മണിക്കൂറിലധികമായിട്ടുണ്ട്. കറക്റ്റ് ടൈം ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സെക്കൻഡ് പൊസിഷന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ പോലും അതിൽ 2 മണിക്കൂറോളം മത്സരിച്ചാൽ മാത്രമേ ഇനി എങ്ങനെ പോയാലും അവിടെ എന്തെങ്കിലും പ്രൈസ് കിട്ടുള്ളൂ. ആർക്കാണ് അത്രയും സമയം നിൽക്കാൻ കഴിയുക എന്നറിയില്ല. പക്ഷേ അതെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് അതിമനോഹരമായി തോന്നിയതിനെ. പറ്റാത്തവർ അതിൽ നിന്ന് ഔട്ടായി പോയി അവിടെ പോയിരുന്നതിനെ. ഇത് 2 പേര് വെച്ചാകുമ്പോൾ എന്തോ എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല ലൈവ് കാണുന്ന സമയത്ത്. ഇത് എല്ലാവരും ഒരുമിച്ചായിരുന്നെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയേനെ.